ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഇന്ത്യ ഒരു വലിയ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു. ബംഗ്ലാദേശിന്റെ അതിർത്തികളിൽ വിവിധ ഇടങ്ങളിലാണ് ഈ ഓപ്പറേഷൻ പുരോഗമിക്കുന്നത്. ബംഗ്ലാദേശിൽ 3 ആഴ്ചയ്ക്ക് മുമ്പ് തുടങ്ങിയ ഒരു സമരം വലിയ കലാപമായി മാറിയിരിക്കുന്നു. നിലവിൽ 105 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം മധ്യ ബംഗ്ലാദേശിലെ നരക് സിംഗ് ഡി എന്ന് പറയുന്ന ഇടത്തിലെ ഒരു ജയില് ഈ കലാപകാരികൾ ആക്രമിക്കുകയും 200ഓളം ജയിൽ പുള്ളികളെ തുറന്നുവിടുകയും ചെയ്തു. വലിയ രീതിയിലുള്ള കലാപം. 1971 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയിൽ 30% സംവരണമെന്ന ബംഗ്ലാദേശ് സർക്കാരിന്റെ പുതിയ നിയമമാണ് ഈ സമരത്തിന് കാരണമായത്. വിദ്യാർത്ഥികളാണ് ആദ്യം തെരുവിലിറങ്ങിയതെങ്കിലും ഇപ്പോൾ വിവിധ തരത്തിലുള്ള ഭീകര സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന് തീയാളിക്കത്തിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നു. ഇവിടെയാണ് ഇന്ത്യക്കാരോട് വീടിന് പുറത്തിറങ്ങരുതെന്ന് കഴിഞ്ഞ ദിവസം ഒരു നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ 8 മണിയോടുകൂടി തന്നെയാണ് ബംഗ്ലാദേശിൽപ്പെട്ട ഒരു 125 പേരുടെ വിദ്യാർത്ഥികളടങ്ങുന്ന സംഘത്തെ എത്തിച്ചത്. 245 പേരെ ഇന്നലെ രാത്രി വൈകി ഇന്ത്യയിൽ തിരിച്ച് എത്തിച്ചിട്ടുണ്ട്. മേഘാലയ, ബംഗാൾ, ആസാം, ത്രിപുര തുടങ്ങിയ അതിർത്തികൾ വഴിയാണ് ഈ ഓപ്പറേഷൻ പുരോഗമിക്കുന്നത്. ബേനാപോൾ, പെട്രാപോൾ, ഗൈഡെ, ദർശന, അങ്കോറ, അഗർത്തല എന്നിവിടങ്ങളിൽ നിന്ന് ആണ് ഈ ഓപ്പറേഷൻ, അതായത് ഈ അതിർത്തി കടത്തി ഈ നമ്മുടെ ഇന്ത്യക്കാരെ നമ്മുടെ രാജ്യത്ത് എത്തിക്കുന്നത്. ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ കൂടുതലും ഉത്തർപ്രദേശിൽ നിന്നും, ഹരിയാനയിൽ നിന്നും, മേഘാലയയിൽ നിന്നും, ജമ്മു കാശ്മീരിൽ നിന്നും ഒക്കെയാണ് മതപഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഈ ബംഗ്ലാദേശിലേക്ക് പോയത്. അവരെയാണ് ഇപ്പോൾ തിരിച്ചെത്തിക്കുന്നത്. ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. ഏതായാലും ഇന്ത്യക്കാരോട് ഇപ്പോഴും സർക്കാർ പറയുന്നത് ആരും പുറത്ത് ഇറങ്ങേണ്ടതായിട്ടില്ല. പുറത്ത് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെട്ടതിന് ശേഷം അവർക്കൊരു സേഫായ പാത ഒരുക്കുകയാണ്. ഏതായാലും വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് എത്തിയത് നേപ്പാളിൻ്റെ അതിർത്തി വഴിയാണ് എന്നൊരു വാർത്ത ഈ പുറത്തു വന്നു. ഏതായാലും ഒരു വമ്പൻ ഓപ്പറേഷൻ. നമുക്കറിയാം വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത്. ഏറ്റവും ഒടുവിൽ ആ രക്ഷാപ്രവർത്തനം നാം കണ്ടത് ഉക്രൈനിലായിരുന്നു. ഉക്രൈൻ-റഷ്യ യുദ്ധമുണ്ടായപ്പോൾ അവിടെ കുടുങ്ങിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ നാം ത്വരിതഗതിയിൽ എങ്ങനെ എത്തിച്ചു എന്ന് നാം കണ്ടു. അതിന് സമാനമായ രീതിയിലുള്ള നീക്കമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉള്ള ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിന് മുൻപിട്ട് നടന്നുകൊണ്ട് ഇരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.